ഹൈ പ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പോളറൈസേഷനാണ് പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. എന്തായിരുന്നു പോളറൈസേഷൻ? ദ റെസ്ട്രിക്ഷൻ ഓഫ് ലൈറ്റ് വൈബ്രേഷൻസ് ഇൻ എ സ്പെസിഫൈഡ് മാനർ ഈസ് നോൺ ആസ് പോളറൈസേഷൻ. അപ്പോൾ നമ്മൾ റെയ്ബാൻ്റെ ക്ലാസ് ഒരു പെർഫെക്റ്റ് പോളറൈസർ ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മുടെ ഇവിടെ ഒരു ഫിഗർ ഉണ്ട്, നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവിലേക്ക് വരികയാണ്. സോ ഇവിടെ നോക്കി, ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ് വേവ് ഉണ്ട്. അപ്പോൾ ഒരുപാട് ദിശയിലുള്ള വൈബ്രേഷൻസ് ആണ്. ഇത് വേവ് നേച്ചറിൽ വരച്ചിരിക്കുന്ന വ്യത്യാസമുള്ളൂ. സോ ഒരു പോളറൈസിങ് ഫിൽറ്ററിൻ്റെ അകത്തേക്ക് കടത്തി വിടുന്നു, കണ്ടോ, ഒരു ദിശയിലുള്ള ആളുകളെ മാത്രം അത് പുറത്തേക്ക് വരും. സോ ഇതിനെയാണ് നമ്മൾ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരുപാട് ടൈപ്പ് ഓഫ് പോളറൈസേഷൻ ഉണ്ട്. എലിപ്റ്റിക്കലി പോളറൈസ്ഡ് ലൈറ്റ് ഉണ്ട്, സർക്കുലറി പോളറൈസ്ഡ് ലൈറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻസുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കണം. അപ്പോൾ ആ കണ്ടീഷൻസിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയേ, E equal to E0 into I KZ minus omega t into x cap plus E0 into e raised to I KZ minus omega t into y cap. ഒരു ഇലക്ട്രിക് ഫീൽഡ് കമ്പോണൻ്റ് ആണ്. എക്സ് ദിശയിലും വൈ ദിശയിലുമുള്ള കമ്പോണൻറ്റുകളെയാണ് ഇതിനകത്ത് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് മാത്രമാണ് മെൻഷൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് എക്സിലും വൈയിലും നമ്മൾ എഴുതുന്നത്, കേട്ടോ. സോ ദിസ് ഈസ് എ ജനറൽ എക്സ്പ്രഷൻ. സോ ഇഫ് ഇ വൈ അഡ്വാൻസസ് ഇ എക്സ്, ഇപ്പോഴും ചില ആൾക്ക് സംശയമാണ്, എന്താ അറിയോ, ഈ എക്സ് ദിശയിലും വൈ ദിശയിലും ഇങ്ങനെ എഴുതുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞുതരാം. ചില ആളുകൾ ചോദിക്കും, മാഗ്നറ്റിക് ഫീൽഡ് വൈയിലും ഇലക്ട്രിക് ഫീൽഡ് എക്സിലും ഇത്രയും നേരം പറഞ്ഞിട്ട് ഇപ്പം ഇതെന്താ ഇങ്ങനെ പറയുന്നത്? നമ്മൾ ഒരു വേവ് പോളറൈസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഇങ്ങനൊരു ഫോം കിട്ടും, പോളറൈസ്ഡ് ആയിട്ടുള്ളൊരു ഫോം ഇങ്ങനെ കിട്ടും, കണ്ടോ. അപ്പോൾ ഇങ്ങനെ കിട്ടുമ്പോൾ ഇതിനൊരു വൈ ദിശയും പറയാം, എക്സ് ദിശയും പറയാം, കണ്ടോ, ആക്സസുകൾ എടുത്തു കഴിഞ്ഞാൽ. സോ അതാണ് ഈ ഇ എക്സും ഇ വൈ എന്ന് പറയുന്നത്. ഇപ്പോൾ എലിപ്റ്റിക്കലി ആണ്, സർക്കുലർലി ആണെങ്കിൽ നമുക്കിങ്ങനെ വരയ്ക്കാം, കണ്ടോ, പോളറൈസ്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ അതാണ് ജസ്റ്റ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ അതിൽ ഒരുപാട് കിടന്ന് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. കണ്ടീഷൻസ് ഓരോന്നായിട്ട് നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തെ കണ്ടീഷൻ, ഇഫ് ഇ വൈ അഡ്വാൻസസ് ഇ എക്സ് ബൈ പൈ ബൈ 2 ആൻഡ് ദ ആംപ്ലിറ്റ്യൂഡ് ഈസ് സെയിം കോൾഡ് സർക്കുലർലി പോളറൈസ്ഡ് വേവ്. അതായത് ഇപ്പോൾ നമ്മൾ ടോട്ടലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷനാണിത്. അപ്പോൾ എക്സ് ദിശ വൈ ദിശയിലുള്ള അതിൻ്റെ കമ്പോണൻറ്റുകളാണ്. ഓക്കെ, ഇതിപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു എക്സ് കമ്പോണൻറ്റ് വൈ കമ്പോണൻറ്റ് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. നമ്മൾ പറയാം, ഒരു വെക്ടർ എടുത്തു കഴിഞ്ഞാൽ ആ വെക്ടറിനെ ഹൊറിസോണൽ കമ്പോണൻറ്റ്, വെർട്ടിക്കൽ കമ്പോണൻറ്റ് എന്ന് പറയുന്ന പോലെ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും ഇലക്ട്രിക് ഫീൽഡിനെ നമുക്ക് അതിൻ്റെ എക്സ് കമ്പോണൻറ്റ് വൈ കമ്പോണൻറ്റ് ആയിട്ട് കട്ട് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ സ്പ്ലിറ്റിംഗ് ആണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സ്പ്ലിറ്റിങ്ങിൻ്റെ അത് ഇ എക്സും അതുപോലെ ഇ വൈയും പൈ ബൈ 2 വ്യത്യാസത്തിലാണ് നിൽക്കുന്നത്. ഇത് ഫേസ് ആംഗിൾ ആണ്. ഇ വൈ അഡ്വാൻസസ് ഇ എക്സ് ബൈ പൈ ബൈ 2 ആൻഡ് ആംപ്ലിറ്റ്യൂഡ് ഈസ് സെയിം. അതായത് ഇവിടെയും E0 ആയിരിക്കണം. അതായത് ഇലക്ട്രിക് ഫീൽഡിന്റെ എക്സ് കമ്പോണന്റിലെ ആംപ്ലിറ്റ്യൂഡ് E0യും ഇലക്ട്രിക് ഫീൽഡിന്റെ വൈ കമ്പോണന്റിന്റെ ആംപ്ലിറ്റ്യൂഡ് E0യും രണ്ടും ഒന്നാവുകയും അതോടൊപ്പം തന്നെ ഇ എക്സും ഇ വൈയും പൈ ബൈ 2 ഫേസ് ഡിഫറൻസ് തരുന്നുണ്ടെങ്കിൽ നമ്മൾ ആ വേവിനെ പറയുന്ന പേര് എന്താണ്? സർക്കുലർലി പോളറൈസ്ഡ് വേവ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് സർക്കുലർലി പോളറൈസ്ഡ് വേവ് ആണുള്ള കണ്ടീഷൻ? ഒന്നാമത്തെ കണ്ടീഷൻ ഇതാണ്, ഇ എക്സും ഇ വൈയും പൈ ബൈ 2 ഫേസ് ഡിഫറൻസിൽ നിൽക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? അതിൻ്റെ ആംപ്ലിറ്റ്യൂഡുകൾ രണ്ടും തുല്യമാവുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? അത് സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ് ആണെന്ന് പറയാം. രണ്ടാമത്തത്, ഇഫ് ദി ആംപ്ലിറ്റ്യൂഡ് ഈസ് ഡിഫറെൻറ്റ് വി ഗെറ്റ് എലിപ്റ്റിക്കലി പോളറൈസ്ഡ് ലൈറ്റ്. എന്താണ്? ആംപ്ലിറ്റ്യൂഡ് ഡിഫറെൻ്റ് ആവുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എലിപ്റ്റിക്കലി പോളറൈസ്ഡ് ലൈറ്റ് കിട്ടും. അത് ശരിയല്ലേ? ആംപ്ലിറ്റ്യൂഡ് സെയിം ആകുമ്പോഴാണ് നമുക്ക് സർക്കിൾ കിട്ടുന്നത്. ആംപ്ലിറ്റ്യൂഡ് ഡിഫറെൻ്റ് ആണെങ്കിൽ ഇ എക്സിന് ഇപ്പോൾ നീളം കൂടുതലും ഇ എക്സിന് നീളം കുറവുമാണെങ്കിൽ അത് എലിപ്റ്റിക്കലായിട്ട് മാറുമെന്നാണ്. ഓക്കെ, ദെൻ the phase difference is 3 pi by 2. We get a left circularly polarized light. പ്രത്യേകം ശ്രദ്ധിക്കുക, 3 pi by 2 ആണ് കിട്ടുന്നതെങ്കിൽ സർക്കുലർലി പോളറൈസ്ഡ് ആണ്. പക്ഷേ ഒരു കാര്യം കൂടി അതിൻ്റെ കൂടെ പറയേണ്ടി വരും. എന്താണ്? ലെഫ്റ്റ് സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയേണ്ടി വരും. ഓക്കെ, ദെൻ ഇഫ് തീറ്റ നോട്ട് ഈക്വൽ ടു 0 ആൻഡ് നോട്ട് ഈക്വൽ ടു പൈ ബൈ 2 ദ വേവ് ഈസ് എലിപ്റ്റിക്കൽ. ഓക്കെ, അപ്പോൾ എലിപ്റ്റിക്കലിൻ്റെ ഒരു കണ്ടീഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താണ്? ആംപ്ലിറ്റ്യൂഡുകൾ ഡിഫറെൻ്റ് ആകുകയാണെങ്കിൽ അത് എലിപ്റ്റിക്കലാണ്. അതോടൊപ്പം തന്നെ ആംഗിൾ എന്ന് പറയുന്നത് 0യും പൈ ബൈ 2 അല്ലാതെയുള്ള ആംഗിളുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? അതിനെ കോൾഡ് എലിപ്റ്റിക്കൽ. പക്ഷേ 3 പൈ ബൈ 2 ആണ് വരുന്നതെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? സർക്കുലർലി പോളറൈസ്ഡ് വേവ് എന്ന് പറയും. അപ്പോൾ അത് നോക്കണം. അതുകൊണ്ടാണ് അത് ആദ്യമേ പറഞ്ഞത്, കേട്ടോ. അടുത്തത് എനർജി ഓഫ് ഇ എം വേവ്. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവിന് എനർജി ഉണ്ട്, അല്ലേ? അപ്പോൾ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ അകത്ത് ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. സ്വാഭാവികമായിട്ടും എനർജി കോൺട്രിബ്യൂട്ട് ചെയ്യണം അങ്ങനെ തന്നെയാണ്. അത് ഇലക്ട്രിക് ഫീൽഡ് ഒരു എനർജി കോൺട്രിബ്യൂട്ട് ചെയ്യും, അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് ഒരു എനർജി കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എനർജിയാണ് ½ ε0 E² എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എനർജിയാണ് 1/2 μ0 × B² എന്ന് പറയുന്നത്. കണ്ടോ, നമ്മൾ ½ mv² എന്നൊക്കെ പറയില്ലേ എന്ന് പറയുന്ന പോലെ തന്നെയാണ്. ഇലക്ട്രിക് ഫീൽഡ് ആകുമ്പോൾ കോൺസ്റ്റന്റ് μ0 ആണ്.
മാഗ്നറ്റിക് ഫീൽഡ് ആകുമ്പോൾ കോൺസ്റ്റന്റ് 1 ഇവിടെ ε0, മാഗ്നറ്റിക് ഫീൽഡ് ആകുമ്പോൾ 1/μ0 ആണ് കണ്ടോ. അപ്പോൾ u is equal to half ε0 e square plus 1/2μ0 into b square ആണ് ഒരു എനർജി ഓഫ് ആൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എടുത്തെഴുതുന്ന കുറച്ച് കാര്യങ്ങളാണ്. v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/√μ0 ε0 ആണ്. b ഈക്വൽ ടു e/v ആണ്. ഓക്കെ, ഇത് തൽക്കാലം നോക്കണ്ട, ജനറൽ എക്സ്പ്രഷൻ തന്നെ നിൽക്കുക കേട്ടോ. യെസ്, ആവറേജ് എനർജി ഡെൻസിറ്റി u. നമ്മൾ നേരത്തെ എനർജി ഡെൻസിറ്റിയെ കുറിച്ചൊക്കെ സംസാരിച്ചായിരുന്നു, പക്ഷെ അതിൻ്റെ വാല്യൂ കറക്റ്റായിട്ട് നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടില്ല. സോ ആവറേജ് എനർജി ഡെൻസിറ്റി u ഈസ് ഈക്വൽ എന്നതാണ് ഹാഫ് ε0 e സ്ക്വയർ ആണ്. ഇനി ഇൻറ്റൻസിറ്റി ആണെങ്കിൽ ഹാഫ് c ε0 e0 സ്ക്വയർ ആണ്. വ്യത്യാസം ശ്രദ്ധിക്കണം നിങ്ങൾ കേട്ടോ, ഒരു c അഡീഷണൽ വന്നു, അതാണ് ഇൻറ്റൻസിറ്റി. കാരണം പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ഈ c വ്യത്യാസത്തിലായിരിക്കും ചോദിക്കേണ്ടാവുക. അപ്പോൾ കറക്റ്റായിട്ട് നോക്കുക, ഇൻറ്റൻസിറ്റി ആണോ എഴുതേണ്ടത്, ആവറേജ് എനർജി ആണോ എഴുതേണ്ടതെന്നൊക്കെ കേട്ടോ. അപ്പോൾ റേഡിയേഷൻ പ്രഷർ P = I/C ആൻഡ് ഫോർ എ മിറർ P = 2/I/C. ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ റേഡിയേഷൻ പ്രഷർ ഇപ്പം നിങ്ങളുടെ ഇവിടെ ഒരു സർഫസ് ഉണ്ടെന്ന് വയ്ക്കുക. സർഫസ് ഒരു റഫ് സർഫസ് ആണെന്ന് വെച്ചാൽ റഫ് സർഫസ്. സോ റഫ് സർഫസ് ആവുമ്പോൾ എന്തു പറ്റുമെന്നറിയോ? ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇവിടെ വരും, തട്ടും. ഇവൻ എന്ത് ചെയ്യുമെന്നറിയോ? ഇതിനങ്ങ് അബ്സോർബ് ചെയ്യും, വലിച്ച്. അപ്പോൾ ഈ സർഫസിലുണ്ടാക്കുന്നൊരു പ്രഷറുണ്ട്. ആ പ്രഷറാണ് റേഡിയേഷൻ പ്രഷർ എന്ന് പറയുന്നത്. P = എന്താണ്? I/C. I എന്ന് പറയുന്നത് ഇൻറ്റൻസിറ്റി, കുറച്ച് മുമ്പ് എഴുതിയിരിക്കുന്ന എക്സ്പ്രഷൻ. സോ P = എന്താണ്? I/C. ഇതിനെയാണ് നമ്മൾ റേഡിയേഷൻ പ്രഷർ. ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ട്രാവൽ ചെയ്യുന്ന ഒരു റഫ് സർഫസിൽ വന്ന് തട്ടിക്കഴിഞ്ഞാൽ ആ തട്ടുമ്പോൾ ഒരു പ്രഷർ ഉണ്ടാകുന്നുണ്ട്. ആൻഡ് ദാറ്റ് പ്രഷർ ഈസ് നോൺ ആസ് റേഡിയേഷൻ പ്രഷർ ആൻഡ് P = എന്താണ്? I/C എന്ന് എഴുതാം. ഓക്കെ, പക്ഷേ നിങ്ങളൊരു മിററാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, ഇതാണ് മിറർ, പ്ലെയിൻ മിറർ. ഓക്കെ, നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇവിടെ തട്ടുന്നു, തിരിച്ച് റിഫ്ലക്ട് ചെയ്യുന്നു ഇങ്ങോട്ട്, കണ്ടോ? ചെന്ന് തട്ടി തിരിച്ചു വരും. അപ്പം ചെന്ന് തട്ടുമ്പോൾ ഒരു പ്രഷർ ഉണ്ടാകുന്നുണ്ട്, അതാണ് P = I/C അല്ലേ. ഇനി ഇവിടെ തട്ടി ഒന്ന് പുറകോട്ടൊന്ന് തള്ളിയിട്ടാണ് മുന്നോട്ട് പോരുന്നത് അല്ലേ. നമ്മളിപ്പോൾ ഒരു ഭിത്തിയിൽ ചെന്ന് ആദ്യം ഒരൊറ്റ ഇടിയിടിക്കും അല്ലേ, അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവും. പിന്നെ ഒന്നുകൂടെ ഒന്ന് തള്ളിയിട്ടാണ് നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് പോരുന്നത്, ശരിയല്ലേ. അപ്പോൾ വീണ്ടും ഒരു പ്രഷർ ഇവിടെ എക്സേർട്ട് ചെയ്യുന്നുണ്ട്, അത് ഇതിന് സിമിലർ ആണ്. സോ P = വീണ്ടും ഒരു I/C, ശരിയല്ലേ. അപ്പോൾ ടോട്ടൽ പ്രഷർ എന്താ? P1 ഉം P2 എടുത്തു കഴിഞ്ഞാൽ P = P1 + P2. മിറർ ആയതുകൊണ്ടാണ് കേട്ടോ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു I/C + I/C അല്ലേ. അപ്പോൾ എന്ത് കിട്ടും? 2I/C എന്ന് കിട്ടും. അതായത് P = എന്താണ്? 2I/C. അപ്പോൾ സാധാരണ ഒരു സർഫസ് ആണ് എങ്കിൽ നമുക്ക് I/C എന്ന് എഴുതാം. പക്ഷേ ഒരു മിറർ സർഫസ് ആണെങ്കിൽ നമുക്കതിനെ P = 2I/C എന്ന് എഴുതാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, റേഡിയേഷൻ പ്രഷർ എന്നാണെങ്കിൽ P = I/C. സ്പെസിഫൈ ചെയ്യാണ് ഫോർ എ മിറർ P = 2I/C. നെക്സ്റ്റ്, റിഫ്ലക്ഷൻ ആൻഡ് ട്രാൻസ്മിഷൻ അറ്റ് നോർമൽ ഇൻസിഡൻസ്. ഓക്കെ, അപ്പോൾ അത് പറയണമെങ്കിൽ ആദ്യം പഠിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും അതുപോലെ തന്നെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ നിങ്ങൾക്കറിയാം. ഇപ്പോൾ ദ ആംഗിൾ ബിറ്റ്വീൻ ദി റിഫ്രാക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ ടു ദ സർഫസ് അറ്റ് എ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ഈസ് കോൾഡ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. നമ്മൾ കൊച്ചു ക്ലാസ്സുകളിൽ പഠിക്കുന്ന കാര്യമാണ്. ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ ലൈറ്റ് ഒന്ന് ബെൻഡ് ചെയ്യുന്നു. ഓക്കെ, അതിനെയാണ് നമ്മൾ, അതായത് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ലൈറ്റിൻ്റെ പാത്തിനൊരു വ്യത്യാസം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ലൈറ്റ് ബെൻഡ് ചെയ്യുന്നു. സോ ഇതിനെയാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നോർമലുമായിട്ടുണ്ടാക്കുന്ന ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇത് ഇൻസിഡന്റ് ആംഗിളാണ്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇത് മറ്റൊരു മീഡിയത്തിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ലൈറ്റ് ഒന്ന് ബെൻഡ് ചെയ്ത് നോർമലോട് ഇങ്ങനെ അടുത്ത് വരും. സോ ഹിയർ ആംഗിൾ ഈസ് R. സോ ആ ആറിന് പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന്. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. നെക്സ്റ്റ്, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ നോക്കുക. ദ ആംഗിൾ ബിറ്റ്വീൻ ദി റിഫ്ലക്റ്റഡ് റേ ആൻഡ് നോർമൽ ടു ദ സർഫസ് അറ്റ് ദി പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ഈസ് കോൾഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. നിങ്ങൾ നോക്കിയേ, ഇവിടെ നിന്ന് ലൈറ്റ് റേ വരികയാണ്, ഒരു നോർമൽ ടു ദ സർഫസ് ഉണ്ട്, തട്ടുന്നു, ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്നു. സോ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്, ആൻഡ് ദാറ്റ് ആംഗിൾ ഈസ് θ2. ആൻഡ് θ2 വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അതായത് നോർമലുമായിട്ട് റിഫ്ലക്റ്റഡ് റേ ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്.
നോർമലുമായിട്ട് റിഫ്രാക്റ്റഡ് ആംഗിൾ ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി നോർമലുമായിട്ട് ഇൻസിഡന്റ് ലൈറ്റ് റേ ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. 3 കാര്യങ്ങൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, നോർമലുമായിട്ട് ഇൻസിഡന്റ് റേ, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ നോർമലുമായിട്ട് റിഫ്രാക്റ്റഡ് റേ, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ നോർമലുമായിട്ട് റിഫ്ലക്റ്റഡ് റേ ഉണ്ടാക്കുന്ന ആംഗിൾ. ഓക്കെ, അപ്പം നമ്മൾ മെയിൻ ഹെഡിങ്ങിലേക്ക് വരികയാണ്. മെയിൻ ഹെഡിങ് എന്തായിരുന്നു? നമ്മുടെ മെയിൻ ഹെഡിങ് റിഫ്ലക്ഷൻ ആൻഡ് ട്രാൻസ്മിഷൻ അറ്റ് നോർമൽ ഇൻസിഡൻസ്. അതായത് ഇതൊക്കെ നമ്മൾ സാധാരണ കേസിലാണ്, നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന നമ്മൾ വെള്ളത്തിലേക്ക് ലൈറ്റ് അടിക്കുന്നു, അപ്പോൾ ലൈറ്റ് ബെൻഡ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത്, വെള്ളത്തിന് മുകളിലേക്ക് ലൈറ്റ് അടിക്കുന്നു, ലൈറ്റ് ബെൻഡ് ചെയ്യുന്നു, അപ്പോൾ മീൻ വെള്ളത്തിൻ്റെ ഉയരത്തിലാണ് നിൽക്കുന്നതെന്ന് തോന്നുന്നു, ഹൈറ്റ് കൂടിയായിട്ട് തോന്നുന്നു, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എക്സാമ്പിൾസ് ഉണ്ട്. പക്ഷേ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അതല്ല. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ട്, അതുപോലെ റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ട്, എത്രത്തോളം റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഫിഗറിലേക്ക് നമുക്ക് പോകാം. സോ അതിൻ്റെ ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. കണ്ടോ? അപ്പോൾ നമുക്ക് ഈ ഫിഗർ ഒന്നുകൂടെ ഒന്ന് വരച്ചിട്ട് അത് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മുടെ സർഫസ് വരയ്ക്കുക. ഇതാണ് നമ്മുടെ സർഫസ്. ഓക്കെ, ഇനി സർഫസിൻ്റെ ആക്സിസുകളൊന്ന് മെൻഷൻ ചെയ്യാം. ഒരു സെൻട്രൽ ആക്സിസ് ഉണ്ട് ഇവിടെ, ദിസ് വൺ. ഓക്കെ, ഇതൊരു ആക്സിസ്, അനദർ വൺ, ഇതൊരു ആക്സിസ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയില്ലേ? സോ ഇത് ഇസഡ് ഡിറക്ഷനാണ് കേട്ടോ, ഇസഡ് ഡയറക്ഷൻ. ഓക്കെ അല്ലേ? ഇങ്ങോട്ട് വന്നു. ഓക്കെ, ഇനി നമുക്ക് ഓരോ കോമ്പണൻറ്റുകളായിട്ട് ഇങ്ങോട്ട് വരയ്ക്കാം. നോക്കണേ, ഇവിടെ നിന്നാണ് വരുന്നത് ഒരു ഇൻസിഡന്റ് ലൈറ്റ് റേ. ഇൻസിഡന്റ് ലൈറ്റ് റേ EI എന്ന് വിളിക്കാം. ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്, അതിൻ്റെ ഇൻസിഡന്റ് ഇലക്ട്രിക് ഫീൽഡാണ്. അത് മാത്രമല്ല ഉള്ളത്, ഇവിടെ എടുക്കുകയാണെങ്കിൽ അപ്പോൾ ഈ ഇൻസിഡന്റ് ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ഇൻസിഡന്റ് റേ പറയുന്നത് മനസ്സിലാക്കണേ. ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇങ്ങനെ വരികയാണ്. ആ വേവിൽ 3 കമ്പോണൻ്റ് ഉള്ളത്. ഒന്ന് വെലോസിറ്റി കമ്പോണൻറ്റ്, അല്ലെങ്കിൽ പ്രൊപ്പഗേഷൻ കമ്പോണൻറ്റ്. പ്രൊപ്പഗേഷൻ കമ്പോണൻറ്റ് തന്നെ ആയിരിക്കും വെലോസിറ്റി കോമ്പോണൻറ്റ് വരിക. അപ്പോൾ നമ്മൾ വെലോസിറ്റി കോമ്പോണൻറ്റ് എന്ന് വിളിക്കാം. അപ്പോൾ ഇൻസിഡന്റ് ലൈറ്റ് റേയുടെ ഇലക്ട്രിക് ഫീൽഡ് കമ്പോണൻ്റ് ആണ് എന്ത്? EI എന്ന് പറയുന്നത്. ഈ EI ഈ പറയുന്ന ഒരു മീഡിയത്തിൻ്റെ അകത്തൂടി കടന്ന് ട്രാൻസ്മിറ്റ് ചെയ്തത് ഇപ്പുറത്തേക്ക് വരും. ഇപ്പുറത്തേക്ക് വരുന്നതാണ് ഞാൻ ഇവിടെ വരയ്ക്കുന്നത്. EI ട്രാൻസ്മിറ്റഡ്. ഓക്കെ, ഇനി അടുത്ത കമ്പോണൻറ്റ് വരയ്ക്കാം. VI വെലോസിറ്റി, ഇൻസിഡന്റ് വെലോസിറ്റി കോമ്പണൻറ്റ്, അതാണ് പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ. സോ അതിന് നമുക്ക് ഇങ്ങോട്ടും വരയ്ക്കാം. ഈ മീഡിയം കടന്നത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ അത് എന്താണ്? V ട്രാൻസ്മിറ്റഡ് ആയിട്ട് മാറും. ട്രാൻസ്മിറ്റഡ് വെലോസിറ്റി കോമ്പണൻറ്റ്. കണ്ടോ? അടുത്തത് ഇതിന് നമുക്ക് BI എന്ന് വിളിക്കാം, മാഗ്നറ്റിക് ഫീൽഡ് ഇൻസിഡന്റ് കമ്പോണൻറ്റ്. ഓക്കെ, അത് തന്നെ ഇവിടെയും വരുമല്ലോ. BT മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ട്രാൻസ്മിറ്റഡ് കോമ്പോണൻറ്റ്. ഓക്കെ, അപ്പോൾ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ എല്ലാ ഇൻസിഡന്റ് കമ്പോണൻറ്റുകളാണ് ഈ എഴുതിയിരിക്കുന്നത്. എന്താണ്? EI, BI, VI. ഇൻസിഡന്റ് ഇലക്ട്രിക് ഫീൽഡ്, ഇൻസിഡന്റ് കോമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി, ഇൻസിഡന്റ് കോമ്പോണൻറ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടെയാണെങ്കിൽ ട്രാൻസ്മിറ്റഡ് കമ്പോണൻറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, ട്രാൻസ്മിറ്റഡ് കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി ആൻഡ് ട്രാൻസ്മിറ്റഡ് കമ്പോണൻറ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ഇനി അത് മാത്രമല്ല, ഇവിടെയും ഒരു കമ്പോണൻറ്റ് കൂടി വരും. അതായത് ഈ ലൈറ്റ് റേ റിഫ്ലക്റ്റ് ചെയ്യും അല്ലേ? ലൈറ്റ് റേ എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ആ റിഫ്ലക്റ്റ് ചെയ്യുന്ന കോമ്പണൻറ്റുകൾ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. സോ ER ഒരെണ്ണം, ദെൻ PR. VR ഒരാൾ കൂടി, ബ്ലൂ അല്ലേ?
BR. ER. നോക്കണേ, ഒന്നുകൂടെ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒരു ഇൻസിഡൻറ്റ് ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ 3 കമ്പോണൻറ്റുകളാണ് നമ്മൾ ആക്സസുകൾ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഇ ഐ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിലെ ഇൻസിഡൻറ്റ് കമ്പോണൻറ്റ്, വി എന്ന് വെച്ച് കഴിഞ്ഞാൽ വെലോസിറ്റിയുടെ ഇൻസിഡൻറ്റ് കമ്പോണൻറ്റ്, ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിലെ ഇൻസിഡൻറ്റ് കമ്പോണൻറ്റ്. ഈ കമ്പോണൻറ്റ് എല്ലാം കൂടി ഒരു മെറ്റീരിയൽ മീഡിയത്തിൽ വന്ന് തട്ടുകയാണ്. അപ്പോൾ ഈ മെറ്റീരിയൽ മീഡിയം ഇതിനെ അപ്പുറത്തേക്ക് കടത്തി വരും, ട്രാൻസ്മിറ്റ് ചെയ്ത് അത് ഇവിടെ വരും. ശരിയല്ലേ? അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ട്രാൻസ്മിറ്റ് കോമ്പണൻറ്റ്, വെലോസിറ്റിയുടെ ട്രാൻസ്മിറ്റ് കോമ്പണൻറ്റ്, മാഗ്നറ്റിക് ഫീൽഡ് ട്രാൻസ്മിറ്റ് കോമ്പണൻറ്റ്. ട്രാൻസ്മിഷൻ മാത്രമല്ല ഇവിടെ പോസിബിൾ ആയിട്ടുള്ളത്, ഇവിടെ എന്തും പോസിബിൾ ആണ്. ഇവിടെ റിഫ്ലക്ഷനും പോസിബിൾ ആണ്. ഇവിടെ തട്ടി കുറച്ച് ട്രാൻസ്മിറ്റ് ചെയ്യും, കുറച്ച് റിഫ്ലക്ട് ചെയ്യും. ആ റിഫ്ലക്ട് ചെയ്യുന്ന വേവ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. എന്താണ്? വെലോസിറ്റി ഓപ്പോസിറ്റായി തിരിഞ്ഞു. VR കോമ്പണൻറ്റ് ആൻഡ് റിഫ്ലക്റ്റഡ് ഇലക്ട്രിക് ഫീൽഡ് കോമ്പണൻറ്റ്, റിഫ്ലക്റ്റഡ് മാഗ്നറ്റിക് ഫീൽഡ് കോമ്പണൻറ്റ്, റിഫ്ലക്റ്റഡ് വെലോസിറ്റി കോമ്പണൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫിഗറിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഓക്കെ, യെസ്, നോക്കാം. EOR കണ്ടുപിടിക്കണം, EOT കണ്ടുപിടിക്കണം, EOR വെലോസിറ്റി ടൈമിൽ കണ്ടുപിടിക്കണം. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം നിങ്ങൾ അറിയേണ്ടത് നമുക്ക് ഓക്കെ. അപ്പോൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത് EOR ആണ്. EOR. ഓക്കെ, EOR അതായത് റിഫ്ലക്റ്റഡ് കോമ്പണൻറ്റ് ഓഫ് ദി ഇലക്ട്രിക് ഫീൽഡ്, EOR. ഓക്കെ, ആൻഡ് EOR ഇക്വേഷൻ എഴുതുകയാണ്. EOR ഈസ് ഈക്വൽ ടു 1 മൈനസ് ബീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ബീറ്റ ഇൻറ്റു EOI. ഓക്കെ, ഇനി EOT ആണെങ്കിൽ EOT is equal to 2 divided by 1 plus beta into EOI. നിങ്ങൾ ഏറ്റവും ആദ്യം പഠിക്കേണ്ട 2 കാണാതെ പഠിക്കേണ്ട ഇക്വേഷൻ ഇത് രണ്ടെണ്ണമാണ്. നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, നമ്മൾ നോക്കാം. കണ്ടോ? EOR is equal to 1 minus beta divided by 1 plus beta into EOI. EOT is equal to 2 divided by 1 plus beta into EOI. ഓക്കെ, ഈ EOI എന്ന് വെച്ചാൽ ഇൻസിഡൻറ്റ് ഇലക്ട്രിക് ഫീൽഡ്, EOI ഇൻസിഡൻറ്റ് ഇലക്ട്രിക് ഫീൽഡ്, EOR എന്ന് വെച്ചാൽ റിഫ്ലക്റ്റഡ് ഇലക്ട്രിക് ഫീൽഡ് കോമ്പണൻറ്റ്, EOT എന്ന് വെച്ചാൽ ട്രാൻസ്മിറ്റഡ് ഇലക്ട്രിക് ഫീൽഡ് കോമ്പണൻറ്റ്. നമ്മൾ കുറച്ച് മുമ്പുള്ള പടത്തിലേ കണ്ടോ? EOI ഇത് EOT, ഇത് EOR. വലിച്ചു വാരി എഴുതുന്നില്ല എന്നേ ഉള്ളൂ കേട്ടോ. നോക്കി കണ്ടല്ലോ. അപ്പോൾ എന്താണ് ഈ ബീറ്റ? ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ബീറ്റ ഈസ് ഈക്വൽ ടു V2 ബൈ V1 ബൈ V2. എന്താണ് ബീറ്റ ഈസ് ഈക്വൽ ടു? എന്താണ്? V1 ഡിവൈഡഡ് ബൈ V2. വെലോസിറ്റി കോമ്പണൻ്റ് ആണ് V1 ഉം V2. 2 വെലോസിറ്റീസ് ആണെന്നേ ഉള്ളൂ, V1 ഉം V2 വേവിൻ്റെ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് പഠിക്കേണ്ടത് EOR ഈസ് ഈക്വൽ ടു 1 മൈനസ് ബീറ്റ ഡിവൈഡ് ബൈ 1 പ്ലസ് ബീറ്റ ഇൻറ്റു EOI. EOT ഈസ് ഈക്വൽ ടു 2 ഡിവൈഡ് ബൈ 1 പ്ലസ് ബീറ്റ ഇൻറ്റു EOI എന്നാണ്. ഓക്കെ ആണേ. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുമോ? നമുക്ക് ഈ ബീറ്റിനെ റീപ്ലേസ് ചെയ്ത് വെലോസിറ്റി ടൈമിലേക്ക് ഈക്വേഷൻ മാറ്റാം. അപ്പോൾ ഈ ഈക്വേഷൻ തന്നെ ഓൾറെഡി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുത്തുകൊണ്ട് ഇതിനെ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തത് നമുക്കൊന്ന് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എഴുതുക. ബീറ്റ ഈസ് ഈക്വൽ ടു V1 ബൈ V2. ഇതിൻ്റെയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് V1 by V2 divided by 1 plus V1 divided by V2 into EOI. Okay, that is equal to cross ചെയ്യുക 1 into V2. അപ്പോൾ V2 minus V1 അല്ലേ? 1 into V2 minus താഴെ 1 ഉണ്ട്, 1 into V1 divided by V2 whole divided by V2 plus V1 divided by V2 into
ഇ ഒ ഐ അല്ലേ? ഇപ്പുറത്തേക്ക് എഴുതാം നമുക്ക്. നോക്കിയേ, തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു V2 മൈനസ് V1 ഡിവൈഡഡ് ബൈ V2 ഇൻറ്റു V2 ഡിവൈഡഡ് ബൈ V2 പ്ലസ് V1. ഇത് രണ്ടും കട്ട് ചെയ്ത് കളയാം. ബാക്കി എന്തുണ്ട്? V2 മൈനസ് V1 ഡിവൈഡഡ് ബൈ V2 പ്ലസ് V1. ഇവിടെ ഒരു EOI ഉണ്ട് കേട്ടോ, മറന്നു പോരുത്. ഇൻറ്റു EOI. ഓക്കെ, സോ EOR is equal to V2 minus V1 divided by V2 plus V1. Okay, so EOR is equal to എന്താണ്? V2 minus V1 divided by V2 plus V1 into EOI എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഒരു ഫോമിലുള്ള ഇക്വേഷൻ ആയി. അതായത് നമുക്ക് എപ്പോഴും പരീക്ഷയ്ക്ക് ഇങ്ങനെ തന്നെ ചോദിക്കാൻ നിർബന്ധമില്ല. ഇൻ ടേംസ് ഓഫ് V1 V2 ചോദിക്കാം. അപ്പോൾ ആ ഇക്വേഷൻ യൂസ് ചെയ്യുക. എന്താണ്? V2 minus V1 divided by V2 plus V1 into EOI. ഓക്കെ ആണല്ലോ? ദെൻ ഇനിയിപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ EOTയുടെയും ഇതുപോലെ നമുക്കൊന്ന് എഴുതാം. EOT. സോ EOTയുടെ എക്സ്പ്രഷൻ എന്തായിരുന്നു? EOT is equal to 2 divided by 1 plus beta into എന്താണ്? EOI അല്ലേ? ദാറ്റ് is equal to 2 divided by 1 plus V1 divided by V2 into EOI. That is equal to 2 divided by V2 plus V1 divided by V1 into EOI. That is equal to മുകളിൽ പോട്ടെ 2V1 divided by V1 plus V2 into EOI. ഇതാണ് EOT എന്ന് പറയുന്നത്. കണ്ടോ? 2V1 ആണോ V2 ആണോ? V2 അല്ലേ? ഡിനോമിനേറ്ററിൽ V2 വരണ്ടേ? V2 എനിക്ക് സംശയം വന്നത്. ഇപ്പം ശരിയായില്ലേ? EOT is equal to 2V2 divided by V1 plus V2 into EOI എന്ന് എഴുതാം. ഇതാണ് EOTയുടെ ഇൻ ടേംസ് ഓഫ് വെലോസിറ്റി കോമ്പണന്റിന്റെ ഇക്വേഷൻ. ക്ലിയർ അല്ലേ? പക്ഷേ ഇത് മാത്രമല്ല കേട്ടോ, ഇനിയുണ്ട് ഇക്വേഷൻസ്. എങ്ങനെയാണെന്നറിയോ? അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഇക്വേഷൻ എന്താ? N is equal to C by V എന്നാണ്. അങ്ങനെയാണെങ്കിൽ N1 is equal to എന്തെഴുതാം? C by V1 എന്ന് എഴുതാമല്ലോ. അതുപോലെ N2 is equal to എന്തെഴുതാം? C by V2 എന്ന് എഴുതാമല്ലോ. അങ്ങനെയാണെങ്കിൽ V1 ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ V1 is equal to C by N1 എന്ന് എഴുതാം. V2 is equal to എന്തെഴുതാം? C by N2 എന്ന് എഴുതാം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യണേ. കാരണം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ സബ്സ്റ്റിറ്റ്യൂഷനാണ്. അതായത് EORും അതുപോലെ തന്നെ EOTയും നമ്മുടെ ഇൻ ടേംസ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിലേക്ക് മാറ്റി എഴുതുക എന്നുള്ള പരിപാടിയാണ് നമുക്കിനി ചെയ്യേണ്ടത്. എന്താണ്? ഈ പറയുന്ന V1നെ C by N1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതുപോലെ തന്നെ V2ന് പകരം C by N2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക? അതിനെ ഒന്ന് റീപ്ലേസ് ചെയ്യണം. എവിടെ? EOTയിലും EOIയിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻ ടേംസ് ഓഫ് Nൽ ഈ പറയുന്ന EOTയും EORും കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ അതുകൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ജനറൽ എക്സ്പ്രഷൻ എന്തായിരുന്നു? EOR is equal to V2 minus V1 divided by V1 plus V2 into EOI. അല്ലേ? ഓർക്കുക, N equal to C by V ആണ്. സോ V1 is equal to C by N1, V2 is equal to C by N2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. EOR is equal to എന്താണ്? C by N2 minus C by N1 divided by C by N2 plus C by N1 അല്ലേ? EOI. എല്ലായിടത്തും C ഉണ്ട്. നമുക്ക് C അങ്ങ് കളയാൻ പറ്റും അല്ലേ? ബാക്കി എന്തുണ്ട്? 1 by N2 minus 1 by N1 divided by 1 by N2 plus 1 by N1 അല്ലേ? പ്രത്യേകത ഒരു EOI ഉണ്ട് കേട്ടോ. സോ N2 plus N1 divided by N1 N2 divided by ഇവിടെ മൈനസ് ആണ്. മൈനസ് N1 plus N2 divided by N1 N2 അല്ലേ? ബ്രാക്കറ്റ് ഉണ്ട്. EOI അല്ലേ? തിരിച്ചിടുക.
So n2 minus n1 divided by n1 n2 into n1 n2 divided by n1 plus n2 into EOI. അല്ലേ? ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കളയാലോ. രണ്ട് വാല്യൂസിനെ നമുക്ക് വളരെ ഈസി ആയിട്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളത് എന്തേ ഉള്ളൂ? n2 minus n1 divided by n2 plus n1 into EOI. ഇതാണ് EOR എന്ന് പറയുന്നത്. ഫൈനൽ എക്സ്പ്രഷൻ എന്താണ്? EOR is equal to എന്താണ്? n2 minus n1 divided by n2 plus n1 into EOI എന്ന് എഴുതാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് പഠിച്ചിരിക്കുന്ന ഇക്വേഷനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ജസ്റ്റ് എന്താ EOR 1 minus beta divided by 1 plus beta into EOI. EOT is equal to 2 divided by 1 plus beta into EOI. EOR is equal to V2 minus V1 divided by V2 plus V1 into EOI. EOT is equal to 2V2 divided by V1 plus V2 into EOI എന്ന് എഴുതാം. ഇനി EOR is equal to N1 minus N2 divided by N1 plus N2 into EOI എന്ന് എഴുതാം. ഒരു ഇക്വേഷൻ കൂടിയുണ്ട്, ഏതാണ്? EOT. പക്ഷേ ഉണ്ടല്ലോ ഇവിടെ ഒരു ചെറിയ കറക്ഷൻ ഉണ്ട്, കാണിച്ചു തരാം. ഈ സ്റ്റെപ്പിലേക്ക് എഴുതിയപ്പോഴത്തേക്ക് ഇവിടെ N1 ആണ്, N1 ദെൻ അപ്പോൾ ഇവിടെ തിരിഞ്ഞു വരും, N1 മൈനസ് N2 എന്നാവും. ഓക്കെ, ഓക്കെ ഇപ്പം ശരിയായില്ലേ? താഴത്തേക്ക് എഴുതിയപ്പോഴേ രണ്ടും 1/n2 മൈനസ് 1/n2 എന്ന് എഴുതി. അപ്പോൾ ശ്രദ്ധിക്കുക, 1/n2 മൈനസ് 1/n1 ആണ് കേട്ടോ. അപ്പോൾ ഫൈനൽ ഇക്വേഷനും മേളിൽ തിരിയും. എന്താണ്? EOR is equal to N1 മൈനസ് N2 divided by N1 plus N2 into EOI എന്ന് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ നമുക്ക് എന്തായാലും ഈ വീഡിയോ അവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. അടുത്ത ടേം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.